കുംഭമേളയുടെ പിന്നിൽ ഒരു കഥ ഉണ്ടല്ലോ, അതെന്താന്ന് പറയാമോ? കുംഭമേളയില് കുംഭം എന്ന് പറഞ്ഞാൽ അമൃതകുംഭമാണ്. ദേവാസുര യുദ്ധമൊക്കെ കഴിഞ്ഞ് അമൃതം ഉണ്ടായ സമയത്ത് ഈ അമൃതമായി ദേവന്മാർ പോകുന്ന സമയത്ത് അമൃതിൽ നിന്ന് 4 തുള്ളി അമൃത തുള്ളികള് ഭാരതത്തിൽ വീണുവെന്നും അത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, കാശി, ഉജ്ജയിൻ തുടങ്ങിയ നാസിക്കില് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വീണത്. ആ സ്ഥലങ്ങൾ അമൃതമാണ്. അത് പ്രത്യേക സമയത്ത് മറ്റൊരു ഭാഷയിൽ പറയാം, അതൊരു കഥയാണ്. കഥയിൽ യുക്തിയൊന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ വളരെ സമയത്തിൻ്റെ സൂര്യൻ ചില പ്രത്യേക രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഭാരതത്തിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഊർജത്തിൻ്റെ, ദിവ്യമായ ഊർജത്തിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാവും. ആ പ്രഭാവം ആ സമയത്തുണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഈ കുംഭമേള സ്ഥലങ്ങളായി അറിയപ്പെടുന്നത്. അവിടെ സ്നാനമാണ് വളരെ പ്രധാനം. ആ സമയത്ത് സ്നാനം ചെയ്താൽ ജന്മാന്തരമായി ചെയ്ത പാപങ്ങൾ ഒക്കെ ഇല്ലാതാവുന്നു, അനേകം പുണ്യം ഉണ്ടാവും എന്നും പറയാറുണ്ട്. അതുകൊണ്ട് സന്യാസിമാർ മുഴുവൻ, വലിയൊരു പ്രത്യേകത ഈ മുഴുവൻ സന്യാസിമാർ സ്നാനം ചെയ്യുമ്പം അവരെ കൂടെ സ്നാനം ചെയ്യാന്നുള്ളതാണ്. അതാണ് കുംഭമേളയുടെ പിന്നിൽ ആ ജ്യോതിഷ പണ്ഡിതന്മാർ എവിടെയാണോ ഭൂമിയിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഊർജത്തിന്റെ പ്രഭാവം ഉണ്ടാകുന്നത് ആ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് അവിടെ സ്നാനം ചെയ്യാന്നുള്ളതാണ്. ജലമാണ് ഊർജത്തിന്റെ വലിയൊരു വിധാതാവ്.